ഹലോ, ഇന്ന് നമ്മൾ കുറച്ച് ചിക്കൻ മേടിച്ച്. അപ്പോൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളി പൊളിക്കുകയാണ് കേട്ടോ ഞാൻ. അതാണ്ട് നമ്മളിപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ഉള്ളിയാണേ. ഋതുക്കുട്ടി അച്ചായി ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട്. മീൻ ഇറച്ചി കൊടുക്കുമെന്ന് പറഞ്ഞ് പോയത്. അതാണ്ട് പോകുന്നു രണ്ടെണ്ണം കൂടെ. മീൻ ഇറച്ചിയും കൊണ്ട് പോവാണ് കേട്ടോ, മീൻ കൊടുക്കാൻ. ഷാർക്കിനും നമ്മുടെ ഒരു മെഷു കിടപ്പുണ്ട്, അപ്പോൾ അതിനും കൂടെ കൊടുക്കാൻ വേണ്ടി ദാണ്ട് പോയിട്ട് അച്ഛനും മോളും കൂടെ ദാണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഋതുക്കുട്ടി അടുത്ത് പറഞ്ഞ് ഉള്ളി പൊളിക്കാൻ. അപ്പോൾ ഋതുക്കുട്ടിയുണ്ട് എല്ലാവർക്കും ഉമ്മ തരുന്നു. അങ്ങനെ അച്ഛനും മോളെയും കൂടെ ഞാൻ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ ദാണ്ട് ഉള്ളിയൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് ദാണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് തീർന്നിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ട് ഒരു എന്താ പറയുക, ഇരുമ്പേട്ടിയാണേ. അപ്പോൾ ഇരുമ്പേട്ടി ഞാൻ വെച്ചിരിക്കുന്ന അടുപ്പിലാണ്. നമ്മൾ ഗ്യാസ് ഇല്ലാത്തതിൻ്റെ പേരിലല്ല നമ്മൾ ഇറച്ചിയൊക്കെ കറി വെക്കുന്നത് വീട്ടിൽ എപ്പോഴും അടുപ്പിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണ് ഇറച്ചി കറി വെക്കുന്നത്? കുക്കറിലൊക്കെ ആയിരിക്കില്ലേ വെക്കുന്നത്, ഗ്യാസ് അടുപ്പിൽ? നമ്മളെപ്പോഴായാലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന നമ്മളുടെ ഉള്ളിക്കുട്ടപ്പന്മാരും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, നമ്മൾ ഒരു ചിക്കനാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ അതും കൂടെ വന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഇതുപോലെ ആക്കി വെക്കുക, ഫുള്ളും ഇളക്കുക. ഞാൻ എടുത്തിരിക്കുന്ന പൊടിയുടെ അളവുകളും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പലരും തോനെ ചിക്കൻ കാണുമായിരിക്കും, ഇച്ചിരി കാണത്തുള്ളായിരിക്കും. അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് പൊടി മസാലകൾ എടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എണ്ണയ്ക്കകത്തൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ വെന്തിരിക്കുന്ന ചിക്കനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഗ്രേവി എടുത്തിരിക്കുന്നത്. ഇതൊന്ന് പറ്റി വരുമ്പോഴത്തേക്ക് ഇച്ചിരിയും കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് ഇവിടെ വീട്ടിൽ ഗ്രേവി വേണമെന്ന് പറയുമ്പോൾ ഗ്രേവി ആക്കുമ്പം വെള്ളം പോലെ ഇരിക്കുമ്പം ഗ്രേവി വേണം. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ നമ്മൾ ഇത് കണക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഗ്രേവിയൊക്കെ റെഡിയായി സെറ്റായതിന് ശേഷം കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് ഞാൻ ഇളക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കറിയൊക്കെ നല്ല കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണം നിങ്ങൾ. എനിക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ.